ഇത്ര എളുപ്പത്തിലൊരു രസമോ, അതും നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നിത്യവും ഉണ്ടാക്കി കഴിക്കും. രസക്കൂട്ടെല്ലാം തന്നെ ഈ ഇടികളിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ആകെ കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് പുളിവെള്ളമാണ്. ഇന്നത്തെ രസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 പച്ചപ്പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പുളി തിളപ്പിച്ചെടുക്കുന്നതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ പുളി കൈകൊണ്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് തിരുമിയെടുക്കാം. പുളി ഇനി തിളച്ചെന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇടികല്ലിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിനാവശ്യമായ 3 പച്ചമുളകും ഒരു പിടിയോളം വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തന്നെ തിളച്ചു വന്നു. ഇനി രസത്തിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇടികളിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകവും 1/4 ടീസ്പൂൺ അളവില് കുരുമുളകും ഒരു പിടി മല്ലിയിലയും ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് വേണം നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. രസക്കൂട്ടെല്ലാം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കോരി ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളവും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് കായപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകും ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും വറമുളകും ചേർത്തൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ ഒരു താളിപ്പ് നമ്മുടെ രസത്തിലേക്ക് കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ രസത്തിലേക്ക് താളിപ്പും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ശർക്കര പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു വേനൽക്കാലത്ത് നല്ല ദാഹമൊക്കെ തോന്നുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് നല്ല ദാഹശമനിയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.